സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇവയിൽ DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? തന്നിരിക്കുന്നതിൽ DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് യുറാസിലാണ് തന്നിരിക്കുന്നതിൽ DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. ചുവടെ പറയുന്ന പദവികൾ വഹിക്കുന്ന വ്യക്തികൾ പ്രസ്തുത പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എന്നിവയിൽ തെറ്റായത് ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ്: പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ, 35 വയസ്സ്, രാജ്യസഭാംഗം, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ 30 വയസ്സ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ലോകസഭാംഗം 25 വയസ്സ്, പഞ്ചായത്ത് അംഗം 18 വയസ്സ്. ഇതിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പഞ്ചായത്ത് അംഗമാവാനായിട്ട് വേണ്ട കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 21 വയസ്സാണ്. 21 വയസ്സ്. ഇന്ത്യയിൽ ഭരണഘടനയിൽ 1950 ജനുവരി 24 എന്ന തീയതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായത് ഏതാണ്? 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത്. തെറ്റായിട്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചതെന്നാണ് 1950 ജനുവരി 24. ദേശീയ ഗീതത്തെ അംഗീകരിച്ചതും സെയിം ഡേറ്റ് തന്നെയാണ്, 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് എന്ന് ചോദിച്ചാലും 1950 ജനുവരി 24. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെൻസിലിൽ ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ്. ചീരയിലയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പാണ്. ഇരുമ്പ്. ചീരയിലയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ്. ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്നത് തൊണ്ടയെയാണ്. ഡിഫ്തീരിയ ബാധിക്കുന്നത് തൊണ്ടയെയാണ്. കരയുന്ന മരം എന്നറിയപ്പെടുന്ന മരം ഏതാണ്? കരയുന്ന മരം എന്നറിയപ്പെടുന്നത് റബ്ബർ മരമാണ്. കരയുന്ന മരം എന്നറിയപ്പെടുന്നത് റബ്ബർ മരം. അടുത്ത ചോദ്യം, നവംബർ 26 പ്രാധാന്യം ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? നവംബർ 26 തന്നിരിക്കുന്നു: ദേശീയ നിയമദിനം, ദേശീയ ഭരണഘടനാ ദിനം, ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം, പൗരദിനം. നവംബർ 26. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2 എന്നിവയാണ്. ദേശീയ നിയമദിനം നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നു: പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്തത് LM സിംഗി കമ്മിറ്റിയാണ്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ഇപ്പോൾ ആചരിക്കുന്നത് ഏപ്രിൽ 24 ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ. 3 പ്രസ്താവനകളും ശരിയാണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്തത് LM സിംഗ് കമ്മിറ്റിയാണ്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്.
ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 24-ാം തീയതിയാണ്. മരണം വരെയും കർമ്മനിരതൻ എന്നത് ചുവടെ പറയുന്നവയിൽ ഏത് അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ആപ്തവാക്യമാണ്? മരണം വരെയും കർമ്മനിരതൻ എന്നത് ചുവടെ പറയുന്നവയിൽ ഏത് അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ആപ്തവാക്യമാണ്? BSF ആണ്. BSF. ടാൽക്കം പൗഡറിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു. ടാൽക്കം പൗഡറിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ്. മഗ്നീഷ്യം സിലിക്കേറ്റ്. നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം എത്രയാണ്? നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം 7 ആണ്. 7. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ആരാണ്? ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് ആര്? ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് CV രാമൻ പിള്ളയാണ്. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് ആരാണ്? CV രാമൻ പിള്ള. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. മുംബൈ. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് മുംബൈ. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്ക. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് 1956-ലാണ്. 1956. ചുവടെ പറയുന്ന കായിക താരങ്ങൾ, അവർ പ്രാഗൽഭ്യം നേടിയ കായിക ഇനങ്ങൾ എന്നിവ ശരിയായി ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നു സാക്ഷി മാലിക്, PV സിന്ധു, അഭിനവ് ബിന്ദ്ര, ലിയാണ്ടർ പേസ് എന്നിവരാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സാക്ഷി മാലിക് ഗുസ്തി. ശരി. സാക്ഷി മാലിക് ഗുസ്തി, PV സിന്ധു ബാഡ്മിന്റൺ, അഭിനവ് ബിന്ദ്ര ഷൂട്ടിംഗ്, ലിയാണ്ടർ പേസ് ടെന്നീസ്. A1, B2, C3, D4. ചുവടെ പറയുന്ന കായിക താരങ്ങളിൽ ആരാണ് ജംബോ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്? ചുവടെ പറയുന്ന കായിക താരങ്ങളിൽ ആരാണ് ജംബോ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്? അനിൽ കുംബ്ലെയാണ്. അനിൽ കുംബ്ലെ. ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യത്തെ ജില്ല. ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യത്തെ ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയാണ് ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യത്തെ ജില്ല. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ ആണ്. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമി. അഭിലാഷ് ടോമി. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ രൂപവൽക്കരണത്തിന് കാരണമായത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് UGC നിലവിൽ വന്നത്. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന UGCയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ്. പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് 1, 2, 3 എന്നിവയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ UGCയുടെ രൂപവൽക്കരണത്തിന് കാരണമായത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ശരിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് UGC നിലവിൽ വന്നത്. ശരിയാണ്. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന UGCയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ്. UGCയുടെ ആസ്ഥാനം ഏതാണ്? ന്യൂഡൽഹിയാണ്. UGCയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ശാന്തി സ്വരൂപ് ഭട്നഗർ. അടുത്ത ചോദ്യം,
ബജാവലി എന്ന നൃത്തരൂപം ഏത് സംസ്ഥാനത്ത് പ്രചാരമുള്ളതാണ്? ബജാവലി എന്ന നൃത്തരൂപം ഏത് സംസ്ഥാനത്ത് പ്രചാരമുള്ളതാണ്? ആസാമാണ്. ഉത്തരം ആസാം. ദി ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? ദ ടണൽ ഓഫ് ടൈം എന്നത് ആരുടെ ആത്മകഥയാണ്? ആർ കെ ലക്ഷ്മൺ. ദ ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? ആർ കെ ലക്ഷ്മൺ. ഏത് സംസ്ഥാനത്തെ കൊയ്ത്തുത്സവമാണ് വാൻഗാല ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത്? ഏത് സംസ്ഥാനത്തെ കൊയ്ത്തുത്സവമാണ് വാൻഗാല ഫെസ്റ്റിവൽ എന്ന് അറിയപ്പെടുന്നത്? മേഘാലയയിലെയാണ്. മേഘാലയ. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നത് കുമരകം പക്ഷി സങ്കേതം കോട്ടയം, കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം, മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം, ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്. ഇതിൽ ശരിയായത് ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 4ഉം ശരിയാണ്. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം. ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചമാണ് ഓസോൺ പാളി. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ എത്രയാണ്? 3.28 മില്യൺ ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം. 3.28 മില്യൺ ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം. താഴെ പറയുന്നവയിൽ ഏതാണ് റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത്? റോക്ക് കോട്ടൺ ആസ്ബറ്റോസ് ആണ്. ആസ്ബറ്റോസ് ആണ് റോക്ക് കോട്ടൺ എന്ന് അറിയപ്പെടുന്നത്. സ്വപ്നവാസവ ദത്ത, ദൂതവാക്യ എന്നിവയുടെ കർത്താവ്. സ്വപ്നവാസവ ദത്ത, ദൂതവാക്യ എന്നിവയുടെ കർത്താവ് ബാസനാണ്. ബാസൻ. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹം. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. ഭൂമി. പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് വർഷമാണ്? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946 ആണ്. 1946. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. ഭാഷ. താഴെ പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടയാളാണ് PR ശ്രീജേഷ്? PR ശ്രീജേഷ് ഹോക്കിയാണ്. ഹോക്കി. പമ്പാ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? പമ്പാ നദി ഒഴുകിച്ചേരുന്നത് വേമ്പനാട്ട് കായലിലാണ്. പമ്പാ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായൽ. വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം ഏതെല്ലാം ഊർജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു? വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം എന്തൊക്കെയായിട്ടാണ്? പ്രകാശോർജവും താപോർജവുമായിട്ടാണ് പരിവർത്തനം ചെയ്യപ്പെടുന്നത്. വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം പ്രകാശോർജവും താപോർജവുമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു. അലോഹധാതുവിന് ഉദാഹരണം ഏത്? അലോഹധാതുവിന് ഉദാഹരണം പെട്രോളിയം. അലോഹധാതുവിന് ഉദാഹരണമാണ് പെട്രോളിയം. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? സൈബർ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്നത് 2000-ലാണ്. 2000. കേരളത്തിൽ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏത്? 99-ലെ വെള്ളപ്പൊക്കം 1924-ലാണ്. 1924. 1904-ൽ SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെയാണ്? 1904-ല് SNDPയുടെ ആദ്യത്തെ വാർഷിക യോഗം നടന്നത് അരുവിപ്പുറമാണ്. അരുവിപ്പുറം.
പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പരിപാടി ഫെയിം ഇന്ത്യയാണ്. ഫെയിം ഇന്ത്യ. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പരിപാടിയാണ് ഫെയിം ഇന്ത്യ. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഹ്യൂമൻ കമ്പ്യൂട്ടർ ശകുന്തള ദേവി. പൂർണ്ണമായിട്ടും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? എന്തിനു വേണ്ടിയിട്ടാണ്? പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായിട്ട്. പ്രസ്ഥാനം ഏതാണ്? നവധാന്യ. ആരാണ് രൂപീകരിച്ചത്? വന്ദന ശിവയാണ്. വന്ദന ശിവ. സാരേ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചത് ആര്? സാരേ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ്. മുഹമ്മദ് ഇക്ബാൽ. കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി കല്ലേൽ പൊക്കുടൻ. കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കല്ലേൽ പൊക്കുടൻ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം? പൊറാട്ട് നാടകം പാലക്കാട് ജില്ലയിലെ തനതായ കലാരൂപമാണ്. പാലക്കാട്. ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്